എൻ്റെ പ്രണയം അവസാന ഭാഗം. എൻ്റെ ശബ്ദം വീണ്ടും മാറിയിരിക്കുകയാണ്. ജലദോഷമാണ്. വളരെ സാധാരണമായ ഒരു സ്റ്റോറിയായിട്ട് തുടങ്ങിയത് ഇത്. ഒരു റൊമാൻറ്റിക് സ്റ്റോറിയായിട്ട് തുടങ്ങിയതാണ് ഞാൻ. ആദ്യം തുടങ്ങിയപ്പോൾ ഈ സ്റ്റോറിയിലെ നായകൻ നിരഞ്ജനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്റ്റോറിക്ക് പ്രത്യേകതകളൊന്നുമില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഒരു ചെറിയ മാറ്റം വരുത്തി ഇതിൽ ഹരിരുദ്രദേവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നായകനാക്കി കൊണ്ടുവന്നത്. പക്ഷേ ഇത് അവിടെയും കൊണ്ട് നിന്നില്ല. ഇത് പിന്നീട് ഒരു ക്രൈം സ്റ്റോറിയായി മാറി. എത്രത്തോളം ഇതെനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയൂ. അതുകൊണ്ട് ഈ സ്റ്റോറി ഈ 109 ഭാഗങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ സ്റ്റോറി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നും ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതിക്കൊള്ളൂ കേട്ടോ. നാളെ മുതൽ തുടങ്ങുകയാണ് പുതിയ സ്റ്റോറി, നീ എൻ സ്വന്തം. ഈ സ്റ്റോറി ശരിക്കും ഒരു സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ്. എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു പ്രണയ കഥയാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പ്രണയ കഥകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. എൻ്റെ എല്ലാ സ്റ്റോറിയെയും നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്നും എനിക്കറിയാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഈ സ്റ്റോറി അവസാനിക്കുന്നത് കൊണ്ട് ഒരു നന്ദി പറയാം എന്ന് കരുതി വന്നതാണ്. അപ്പോൾ പോകാൻ അല്ലേ എൻ്റെ പ്രണയം എന്ന ഈ സ്റ്റോറിയുടെ അവസാന ഭാഗത്തേക്ക്. പുറത്തു നിന്നുള്ള സംസാരം ശ്രദ്ധിച്ചു നിന്ന ഗോപികയ്ക്ക് അതൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായതും അവൾ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. അപ്പോൾ എല്ലാവരും അവരുടെ കസ്റ്റഡിയിലാണ്. ഉറപ്പാണ് അല്ലേ? അതെ മേഡം, അവരുടെ കസ്റ്റഡിയിലാണ്. ഹരിരുദ്രദേവ് എന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്. അതുകൂടി കേട്ടതും അവർക്ക് മനസ്സിലായി ഇത് മിത്ര അയ്യരുടെ കേസുമായി ബന്ധപ്പെട്ട ആരോ ആണെന്ന്. ആ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ അവിടെ നിന്ന പൊന്നുവിന് ആ സംസാരം കേട്ടിട്ടുള്ളത് പോലെ തോന്നി. അവൾ ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ നടന്ന ബാൽക്കണിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് പോലെ തോന്നിയതും അവർ രണ്ടുപേരും എല്ലാവരും ഇരിക്കുന്ന ബെഡിൻ്റെ പുറകിലായി പോയി ഇരുന്നു. റൂമിൽ വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് അവർ കയറിയാലും ഇവർ ഇരിക്കുന്നത് കാണാൻ പറ്റില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ഇത് സൂര്യനാരായണൻ്റെ വില്ലയല്ലേ? അകത്തേക്ക് ഡോറ് തുറന്ന് കയറുന്ന ആ സ്ത്രീയുടെ ചോദ്യം കേട്ടതും സന്ധ്യയും സരിതയും ഒന്ന് വിറച്ചു. അവരുടെ കൈയുടെ പിടുത്തം പൊന്നുവിൻ്റെ കയ്യിൽ മുറുകിയപ്പോൾ പൊന്നുവിന് കാര്യം മനസ്സിലായി. താൻ ഊഹിച്ചത് സത്യമാണ്. അത് സിസ്റ്റർ മരിയ ആണെന്ന്. ഈ കേസിൽ അവൻ എന്തിനാ കൈകടത്തിയിരിക്കുന്നത്? അവൻ ആരാണ് ഈ കേസ് അന്വേഷിക്കാൻ? ദേഷ്യത്തോടെ സിസ്റ്റർ റിയ ചോദിക്കുന്നുണ്ട്. മേഡം, ഹരിയുടെ ഫ്രണ്ടാണ് സൂര്യനാരായണൻ. ഈ കേസിൽ എങ്ങനെ ഇൻവോൾവ് ആയി എന്ന് അറിയില്ല. പക്ഷേ അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ്. കൂടെ നിൽക്കുന്ന പുരുഷൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും എനിക്കെൻ്റെ മകളെ അവരിൽ നിന്നും മോചിപ്പിക്കണം. അവൾ പുറത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റൂ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ മകൾക്ക്. എന്നെപ്പോലെ തന്നെ അവൾക്കും സ്നേഹം നിഷേധിക്കപ്പെട്ടതാണ്. അതിൻ്റെ പക എനിക്കും അവൾക്കും എല്ലാവരോടും ഉണ്ട്. അത് തീർത്താൽ മാത്രമേ ഞങ്ങളുടെ മനസ്സിന് ശാന്തമായി ഇരിക്കാൻ സാധിക്കൂ. ആ സ്ത്രീ പറയുന്നത് കേട്ടതും ഗോപിക എഴുന്നേൽക്കാൻ പോയതും അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. മിണ്ടാതിരിക്കുക, അവർ പറയുന്നത് എന്താണെന്ന് കേൾക്ക് എന്ന് വളരെ വളരെ പതിയാണ് പൊന്നു പറഞ്ഞത്. പക്ഷെ മേഡം, നമുക്കൊന്നും ചെയ്യാനാവില്ല. മുഴുവനും ഹരിയുടെ പോലീസുകാരാണ് ആ വില്ലയിൽ. ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അകത്തേക്ക് കയറാൻ പോലും പറ്റില്ല. പിന്നെ മേഡം ഉണർന്നാലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർ സ്വാഭാവികമായിട്ടും വളരെ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടാവും. എനിക്കറിയേണ്ട, എത്രയും പെട്ടെന്ന് നിന്റെ ആളുകളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. ആ വീട് ആക്രമിച്ചിട്ടാണെങ്കിലും എൻ്റെ മോളെ എനിക്ക് രക്ഷപ്പെടുത്തണം. ബാക്കി ആരെയും രക്ഷപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അവർ പറയുന്നത് കേട്ടതും മേഡം, കൊച്ചുമകൻ ഋതിക്, അവൻ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് വലുത് എൻ്റെ മകൾ മാത്രമാണ്. അത് പറയുന്നത് കേട്ടതും എല്ലാവരും ഒരു ഞെട്ടലായിരുന്നു. കൊച്ചുമകനെ വേണ്ട, മകളെ മാത്രം മതിയെന്ന് പറയുന്നു. നീ നിന്റെ ആളുകളെ എല്ലാവരെയും വിളിക്ക്. അവർ പറയുന്നത് കേട്ടതും മേഡം, എല്ലാവരോടും എത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ഇങ്ങോട്ടെത്താൻ പറ്റുന്നില്ല. ഹൈ സെക്യൂരിറ്റിയാണ് ഈ വില്ലകൾക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കയറി ഇവിടെ ഒളിച്ചിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വീടിൻ്റെ മുകളിലെങ്കിലും എത്താൻ പറ്റിയത്, അയാൾ പറഞ്ഞു. അപ്പോൾ സന്ധ്യയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അവിടേക്ക് കയറിയ സിസ്റ്ററും അവരുടെ കൂടെയുണ്ടായിരുന്നവരും പരസ്പരം നോക്കി. ഇവിടെ ആരുമുണ്ട്, അയാൾ പറഞ്ഞതും എല്ലാവരും സന്ധ്യയെ നോക്കി.
അവളുടെ ഫോൺ കോൾ കട്ട് ചെയ്യാൻ അവൾ ശ്രമിക്കുകയാണ്. അത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണ്. നശിപ്പിച്ചു, വാണി പറഞ്ഞു. ആരാത്? അവിടെ നിന്നും ആ സ്ത്രീ വിളിച്ച് ചോദിക്കുന്നത് കേട്ടതും എൻ്റെ പേര് പറയട്ടെ, വാണി ചോദിച്ചു. മിണ്ടാതിരിക്കുക, പതിയെ ഗോപിക പറഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? പെട്ടെന്ന് തോക്ക് ലോഡ് ചെയ്യുന്ന പോലെ ശബ്ദം കേട്ടതും എല്ലാവരും ശരിക്കും ഭയന്നു. പുറത്തേക്ക് വാ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി. ഇവിടുത്തെ ലൈറ്റ് ഇട്, ആ സ്ത്രീ കൂടെയുള്ള ആളോട് പറഞ്ഞതും ഞാൻ പറഞ്ഞില്ലേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ, അത് നന്നായില്ലേ? എല്ലാവരും ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് കണ്ണ് കെട്ട്. എന്നിട്ട് ചാടി അങ്ങോട്ട് വന്ന് അവരുടെ കണ്ണിലേക്ക് ഈ മുളക് പൊടിയും എല്ലാം വിതരണം. വളരെ പതിയെ ഗോപിക പറഞ്ഞതും എല്ലാവരും ഇരുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ഷോള് കൊണ്ട് മുഖം മറച്ചിരുന്ന ആ ഭാഗം കുറച്ചുകൂടി കയറ്റി കണ്ണുകൾ മൂടിക്കൊണ്ട് അവർ നിൽക്കുന്ന ഭാഗത്തെ ലക്ഷ്യമാക്കി ചാടി. കയ്യിലെ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം വിതറാൻ തുടങ്ങി. കരച്ചിൽ കേൾക്കുന്നുണ്ട് അവരുടെ രണ്ടുപേരുടെയും. ഇരുട്ട് ആയതുകൊണ്ടും ഷോള് കൊണ്ട് മുഖം മറച്ചതുകൊണ്ടും ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടതും ഗോപിക കൈ കെട്ട്, രണ്ടെണ്ണത്തിൻ്റെയും പിടിച്ച് കൈ കെട്ട് എന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട്. പെൺകുട്ടികൾ എല്ലാവരും കൂടി അവരെ പിടിച്ച് കെട്ടാൻ നോക്കുന്നുണ്ട്. ഇത് എൻ്റെ കൈ പിടിച്ചേക്കുന്ന എന്തിനാ? വാണിയുടെ സംസാരം കേട്ടതും നിന്റെ കൈയായിരുന്നോ എന്ന് പറഞ്ഞ് അവൾ കൈവിട്ടു. അപ്പോഴും അവരുടെ ഉച്ചത്തിലുള്ള അലറിക്കരച്ചിൽ കേൾക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കണ്ണിൽ അത്യാവശ്യം നന്നായി തന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം പോയിട്ടുണ്ട്. മയൂരി പതിയെ കണ്ണിൻ്റെ കെട്ടഴിച്ചിട്ട് എവിടെയാണ് സ്വിച്ച് എന്ന് വെച്ചാൽ പോയി സ്വിച്ച് ഓൺ ചെയ്യ്, അത് താഴെ പോണം, മെയിൻ സ്വിച്ച് താഴെയാണ്, മയൂരി പറഞ്ഞതും ചെല്ല്, ആരെങ്കിലും രണ്ടുപേരും കൂടി ചെല്ല്, പൊന്നു വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മയൂരി കൂടെയുള്ള ആളുടെ കയ്യിൽ പിടിച്ചു. ഇതാരാണ്? ഞാനാണ്, പൊന്നു പറഞ്ഞു. അവർ രണ്ടുപേരും വേഗം തപ്പിത്തടഞ്ഞ് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ണിലെ തുണി മാറ്റി വേഗം താഴെ ചെന്ന് മെയിൻ സ്വിച്ച് ഓണാക്കി. ഹോ, ആശ്വാസത്തോടെ അവർ രണ്ടുപേരും നെടുവീർപ്പിട്ടുകൊണ്ട് പരസ്പരം നോക്കി. പിന്നെ വേഗം മുകളിലേക്ക് ചെന്നു. മുകളിലേക്ക് ചെന്നപ്പോഴും ആ റൂമിൽ ഇരുട്ടായിരുന്നു. വേഗം മയൂരി റൂമിലെ സ്വിച്ച് ഓൺ ചെയ്തതും എല്ലാവരും പതിയെ കണ്ണിലെ കെട്ടഴിച്ചു മാറ്റി. കണ്ണ് വളരെ ശ്രദ്ധയോടെ അഴിച്ചു മാറ്റിയത്. കയ്യിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയുടെയും അംശമുള്ളത് കൊണ്ട് കണ്ണിലായാൽ നീറും എന്നുള്ളത് കൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെയാണ് അഴിച്ചു മാറ്റിയത്. അഴിച്ചു മാറ്റിയപ്പോഴാണ് താഴെ കൈകൾ പിന്നിൽ കെട്ടിക്കിടക്കുന്ന രണ്ടുപേരെ അവർ കാണുന്നത്. ഗോപിക തൻ്റെ ഷോള് കൊണ്ട് ആ സ്ത്രീയുടെയും പൂജ അവളുടെ ഷോള് കൊണ്ട് ആ പുരുഷന്റെയും കൈ പുറകിലേക്കാക്കി കെട്ടിയിട്ടുണ്ട്. രണ്ടുപേരും കണ്ണുകൾ തുറക്കാൻ പറ്റാതെ അടച്ച് മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഉച്ചത്തിൽ എന്തൊക്കെയോ പറഞ്ഞു വിടുന്നുണ്ട്. വിട്, കെട്ടഴിക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഹുഡിയാണ്. രണ്ടുപേരും ക്യാപ്പ് തലയിലൂടെ വെച്ചിട്ടുണ്ട്. മുഖത്ത് മാത്രമാണ് കുറച്ച് കാണാൻ പറ്റുന്നത്. അവിടെയാണെങ്കിൽ പെൺകുട്ടികൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും നന്നായി വിതറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ സ്ത്രീയുടെ തലയിൽ നിന്നും ഹുഡി മാറ്റിയതും അവരുടെ മുഖം കണ്ടപ്പോഴും അത് സിസ്റ്ററാണെന്ന് മനസ്സിലായി. പൊന്നു, വേഗം ഹരിയേട്ടനെ വിളിക്കേ, അവർ ഇവരെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നാണ് അറിയാൻ കിട്ടിയത്. ഗോപിക പെട്ടെന്ന് പറഞ്ഞതും പൊന്നു വീണ്ടും ഹരിയെ വിളിച്ചു. 2 പ്രാവശ്യം റിങ് ചെയ്തപ്പോഴാണ് ഹരി ഫോൺ അറ്റൻഡ് ചെയ്തത്. പൊന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹരി ചോദിച്ചു. ഹരിയേട്ടാ, സൂര്യേട്ടൻ്റെ വില്ലയിൽ ഞങ്ങൾ മിത്രയുടെ അമ്മയെ, അതായത് സിസ്റ്റർ റിയയെ പിടിച്ചു വച്ചിട്ടുണ്ട്. എന്താ? ഞങ്ങളിപ്പോൾ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ ഹരി ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് സൂര്യ, നവീൻ വാ, അവിടെ നമ്മുടെ വില്ലയിലുണ്ട് സിസ്റ്റർ റിയ, നമ്മുടെ പെണ്ണുങ്ങളെല്ലാവരും കൂടി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഹരി പറഞ്ഞതും ഈശ്വര, ഇനി അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. സൂര്യനാണ് പറഞ്ഞത്, വേഗം വാ എന്ന് പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറി. 15 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് വെറും 5 മിനിറ്റ് പോലും എടുക്കാതെയാണ് അവർ എത്തിയത്. വേഗം വന്ന് സൂര്യൻ്റെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങി സൂര്യൻ്റെ വീട്ടിലേക്ക് കയറി. മയൂരി, പൊന്നു, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഹരി വിളിക്കുന്നുണ്ട്. അത് ഞങ്ങൾ മുകളിലുണ്ട്. മുകളിൽ നിന്നും ശബ്ദം കേട്ടതും എല്ലാവരും പടികൾ ചാടിക്കയറി മുകളിലേക്കെത്തി. മുകളിലെ റൂം തുറന്നതും കാണുന്നത് നിലത്ത് കിടക്കുന്ന റിയയെയും കൂടെ ഒരു ആണിനെയും ആണ്. എന്നാൽ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്രയധികം മുളക് പൊടിയും കുരുമുളക് പൊടിയും കിടക്കുന്നുണ്ട്. ഇതെന്താണ് ഇവിടെ? നിങ്ങളിവരെ ഫ്രൈ ചെയ്യാൻ പോവുകയായിരുന്നോ? നവീൻ ചോദിച്ചതും അത് കേട്ടതും ശ്രദ്ധ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല,
കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ഉണ്ട്. അപ്പോഴാണ് അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും വിമ്മും പിന്നെ മുളക് പൊടിയും എല്ലാം കാണുന്നത്. ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞ പിന്നെ ഇങ്ങനെയല്ലേ തോന്നൂ, അവരുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധം വളരെയധികം കഷ്ടപ്പെടുന്ന അവരെ കണ്ടതും ചെക്കന്മാർ എല്ലാവരും അവരുടെ പെണ്ണുങ്ങളെ നോക്കി. നിങ്ങൾ എങ്ങനെ കണ്ടു ഇവരെ? ഇത് ഇവനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഹരി ചോദിച്ചു. അത് പിന്നെ ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ വില്ലയിൽ മുകളിൽ വന്നപ്പോൾ ഇവിടെ കയറി വരുന്ന ഈ 2 രൂപങ്ങളെ കണ്ടു. ആരാണ് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഇത്രയും വലിയ വമ്പൻ സ്രാവുകൾ ആണെന്ന് അറിയില്ലായിരുന്നു. വീട്ടിലെ ഞാൻ ഒരെണ്ണത്തിനെയും എന്തൊക്കെയോ പറഞ്ഞ് റിയ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വാ, 2 കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കാം. അവിടെ നിന്നും ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് വേണം കൊണ്ടുവരാൻ, നവീൻ പറഞ്ഞു. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചു നേരം ഷവറിന്റെ അടിയിൽ നിർത്തിയാൽ മതി. കണ്ണിൽ നിന്നും മുളക് പൊടിയും കുരുമുളക് പൊടിയും പോയി കഴിയുമ്പോൾ കണ്ണ് തുറന്നോളും, വാണി പറഞ്ഞു. ഇതിന് മാത്രം മുളക് പൊടി എന്തിനാ ഇട്ടത്? കുറച്ചിട്ടാ പോരായിരുന്നോ? നവീൻ ചോദിച്ചു. പിന്നെ ഇരുട്ടത്ത് ഞങ്ങൾ വന്ന് കുറച്ച് മുളക് പൊടി എടുത്ത് ഊതാനല്ലേ പോയത്. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത്, ഐറ ദേഷ്യത്തോടെ പറഞ്ഞു. എന്തായാലും സാരമില്ല, അവര് കാരണം നമുക്ക് ഇത്രയും നേരം അന്വേഷിച്ച് നടന്ന ആളുകളെ കയ്യിൽ കിട്ടിയില്ലേ. എന്തായാലും ഇവർ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവരാണ് എന്ന് സൂര്യൻ പറഞ്ഞതും, അങ്ങനെ പറഞ്ഞു കൊടുത്തു സൂര്യേട്ടാ, ഞങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യമാണ്, നിങ്ങളെ സഹായിച്ചതാണ് എന്നിട്ട് പറയുന്നത് കേട്ടെ, ശ്രദ്ധ ദേഷ്യത്തോടെ പറഞ്ഞു. മതി മതി, പറഞ്ഞു പറഞ്ഞ് ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇവര് 2 പേരും കണ്ട എപ്പോഴും ഇങ്ങനെയാണ്. വാ, നമുക്ക് ഇവരെയും കൊണ്ട് പോകാം എന്ന് പറഞ്ഞതും ഹരിയുടെ ടീമിലെ ആളുകൾ അവരെ 2 പേരെയും അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. പുറകിൽ കെട്ടിയിരിക്കുന്ന കയ്യിൽ വിലങ്ങ് വെച്ചു. അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ഇവരെ അന്വേഷിച്ച് ഞങ്ങൾ അലയുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവരെ പിടിച്ചു തന്നതിന് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഹരി പറഞ്ഞതും, ആർക്ക് വേണം നിങ്ങളെ അഭിനന്ദനങ്ങൾ? ഞങ്ങൾക്ക് ചെലവ് ചെയ്താൽ മതി. എന്തായാലും ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്ക് എന്തായാലും കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിന് പകരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നാൽ മതി, ശ്രദ്ധ പറഞ്ഞു. ശരി, എന്തായാലും ഈ കേസ് ഒന്ന് തീരട്ടെ, എന്നിട്ട് നിങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. ഹരി ഒന്നുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കോപിച്ചു നോക്കി. അവൻ ഒറ്റ കണ്ണടച്ചുകൊണ്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, നിങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അതെ, ഇതൊക്കെ ആര് ക്ലീൻ ചെയ്യും? പെട്ടെന്ന് പൊന്നു ചോദിച്ചു. അത് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ തന്നെ കണ്ണും മുഖമൊക്കെ പുകയുന്നു. ഇത് ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യും. ഇത്രയും സഹായം ചെയ്തു തന്നപ്പോ ഞങ്ങളെ ഇതിലും ഒന്ന് സഹായിക്കണ്ടേ എന്ന് മയൂരി പറഞ്ഞു. ഓ, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ ആരെയെങ്കിലും വിട്ട് ചെയ്യിപ്പിച്ചോളാം, സൂര്യൻ പറഞ്ഞ് അവരുടെ കൂടെ തന്നെ പോയി. അവരെയും കൊണ്ട് 21ാമത്തെ വില്ലയിലേക്കാണ് പോയത്. ഇവരെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ, ഇതുവരെ കണ്ണു തുറക്കാൻ പറ്റിയിട്ടില്ല, ഹരിയോട് നികേഷ് പറഞ്ഞു. എന്തിന്? നമ്മുടെ പെണ്ണുങ്ങൾ പറഞ്ഞതുപോലെ ഷവറിൽ കുറച്ചു നേരം നിർത്തിയാൽ മതി. കണ്ണിൻ്റെ എരിവ് മാറിക്കോളും, അത് കഴിയുമ്പോൾ കണ്ണ് തുറന്നോളും. പിന്നെ പുകച്ചില്, അത് ഇപ്പോഴൊന്നും മാറില്ല, അത് മാറണ്ട, അതൊരു ശിക്ഷ പോലെ അവിടെ കിടക്കട്ടെ, ഹരി പറഞ്ഞതും എല്ലാവരും അവരെയും കൊണ്ട് മിത്രയുടെ വില്ലയുടെ മുന്നിൽ ചെന്ന് വണ്ടി നിർത്തി. അവരെ വണ്ടിയിൽ തന്നെ ഇരുത്തി. മയങ്ങിക്കിടക്കുന്ന മയൂരിയെയും ഋദ്ദിക്കിനെയും റോഷനെയും താങ്ങിക്കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി. അവരെയും കൊണ്ട് കുറച്ച് മാറി വിജനമായ ഒരു സ്ഥലത്തേക്കാണ് പോയത്. പഴയ ഓട്ട് കമ്പനിയുടെ ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും ഇറക്കി. അവിടെയുള്ള ഒരു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും അതുപോലെ തന്നെ കെട്ടിയിട്ടു. ഇതുവരെ എഴുന്നേറ്റിട്ടില്ലല്ലോ ഇവര്, സൂര്യൻ ചോദിച്ചു. പെട്ടെന്ന് എഴുന്നേൽക്കുന്ന മരുന്നല്ലല്ലോ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത്, പക്ഷേ എഴുന്നേൽക്കാനുള്ള മരുന്നുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഹരി ഒരു ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു ബോട്ടിലും ഒരു സിറിഞ്ചും എടുത്തു. ആ ബോട്ടിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ആ സൂചി കൊണ്ട് തന്നെ 3 പേർക്കും കുത്തി. അപ്പോഴേക്കും 3 പേരും കണ്ണ് പതിയെ പതിയെ ചിമ്മി തുറക്കാൻ തുടങ്ങി. മിത്രയുടെ അമ്മയെയും കൂടെ വന്ന ആളെയും പിടിച്ചു കെട്ടി തന്നെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. മയൂരിയെയും റോഷനെയും ഋദ്ദിക്കിനെയും അതുപോലെ തന്നെ കസേരയിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. എല്ലാവരും പതിയെ കണ്ണ് തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവർക്ക് മനസ്സിലായി താങ്കൾ പെട്ടു എന്ന്. ഹലോ മിത്ര അയ്യർ, സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. സത്യത്തിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും അറിയാനില്ല, ഞങ്ങളെല്ലാം അറിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. നിങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഹരി പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി. ഇല്ല, ഒന്നും പറയാനില്ല അല്ലേ? ഹരി, ഞാൻ വിജയകുമാർ സാറിനോടും അവിടെയുള്ളവരോട് എല്ലാവരോടും ചോദിച്ചു ഇവരെ കണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. വിജയകുമാർ സാറ് പറഞ്ഞത് ഇവരെ കാണണ്ട ഇനി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന അദ്ദേഹവും പറയുന്നത്. ആർക്കും ഇവരെ കാണണ്ട എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, നിങ്ങൾ ഒരാൾ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരാളോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ അത് മറ്റൊരാൾക്ക് സ്വന്തമായി എന്നറിയുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത്. ഇഷ്ടം, പ്രണയം എന്ന് പറയുന്നതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അത് മനസ്സിലാക്കാതെ പോയതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. നിങ്ങൾ ചെയ്ത ആ തെറ്റ് കൊണ്ട് അനുഭവിച്ചത് എത്ര പേരാണെന്ന് അറിയോ? അത് മാത്രമല്ല, നിങ്ങൾ ഒരു സൈക്കോയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇഞ്ചക്ട് ചെയ്തു വെച്ചിരിക്കുന്ന പക, പ്രതികാരം എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലതൊന്നുമല്ല നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതാണ് നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. നല്ലൊരു കഴിവുള്ള ഡോക്ടറായ നിങ്ങൾ പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. പിന്നെ നിങ്ങളുടെ അധ്യാപകൻ, അദ്ദേഹം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിനു മുന്നിൽ നല്ലൊരു സംഭാവന കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് പറ്റിയേനെ. പക്ഷെ അദ്ദേഹത്തെയും നിങ്ങൾ ഇല്ലാതാക്കി. എന്തിനു വേണ്ടി? എന്നിട്ട് നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമോ? പറ്റിയില്ല. കാരണം സത്യമല്ല നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ദൈവം ഇല്ല എന്നുള്ളത് ഓർക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പവിത്രയിൽ നിന്നും നിങ്ങൾ തുടങ്ങിയതാണ് നിങ്ങളുടെ പക. പക്ഷെ ചെന്ന് നിന്നത് എവിടം വരെയാണെന്ന് നോക്കിക്കേ. എത്ര നിരപരാധികളാണ് നിങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെട്ടത്. ഇനി ഒരു ചോദ്യത്തിനും പറച്ചിലിനും ഒന്നും ഞങ്ങളുടെ മുന്നിൽ വേണ്ട. നിങ്ങൾ എന്തിനു ചെയ്തു എന്നെല്ലാം ഞങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ നാവിൽ നിന്ന് കൂടി അത് അറിയണമെന്ന് എനിക്കില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് ആരുടെ മുന്നിലും തെളിയിക്കേണ്ട ആവശ്യവുമില്ല, ഹരി പറഞ്ഞു. അവൻ പറയുമ്പോൾ എന്തോ അപകടം മിത്രയ്ക്കും ഋദ്ധിക്കിനും റോയലിനും മനസ്സിലായി. നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നിന്റെ അർദ്ധ സഹോദരനായ റോഷൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി ജീവനോടെ അവനെ വേണ്ട എന്നാണ്. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇനി ഒരു മകൻ മതി. അത് അവൻ സ്വയം തീരുമാനിച്ചതാണ്. പിന്നെ നിന്നെ കൂടാതെ ഉണ്ടല്ലോ 2 സഹോദരങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമം ഒന്നും അവർക്കുണ്ടാകില്ല. നീ ചെയ്തത് നീ അനുഭവിക്കുക. വിതച്ചത് കൊയ്യൂ എന്ന് പറയില്ലേ? പിന്നെ ഋതിക് പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാണ്. അമ്മ ചെയ്തു തരുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള മനസ്സ് നീ കാണിക്കണമായിരുന്നു. അത് തിരിച്ചറിയാനുള്ള ബോധം നിനക്കുണ്ട്. പക്ഷെ നീയും നിന്റെ അമ്മ നിനക്കുള്ളിലേക്ക് പകയെന്ന് പറയുന്ന വിഷം നിനക്കുള്ളിലേക്ക് പകർന്നു തന്നപ്പോൾ നീ അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ട് നീ ഇല്ലാതാക്കിയത് എത്ര പേരെയാണെന്ന് അറിയോ? പറഞ്ഞിട്ടൊരു കാര്യമില്ല. ദാ ആ ഇരിക്കുന്നവരുടെ രക്തം തന്നെയല്ലേ നിന്റെ ശരീരത്തിലൂടെയും ഓടുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ചെന്ന് നിന്നത് മിത്രയുടെ അമ്മയുടെ അടുത്തേക്കാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത്? ഭർത്താവ് തെറ്റ് ചെയ്തു, സമ്മതിച്ചു, അതിന് നിങ്ങൾ ശിക്ഷയും വിധിച്ചു. അവിടെ നിർത്തണമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പക, സ്നേഹിച്ച് ജീവിക്കുന്ന എല്ലാവരോടും ഒരു തരം പക, നിങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും വേണ്ട എന്നുള്ള പക, സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നിങ്ങൾ കരുതിയില്ല. സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് നിങ്ങളാണ്. നിങ്ങളിലൂടെയാണ് ഇവരെല്ലാവരും ഈ പ്രശ്നങ്ങളിലേക്കും ഈ തെറ്റുകളിലേക്കും എത്തിയത്. ഇനി എന്തായാലും നിങ്ങളെ ഉപദേശിച്ചിട്ടോ നിങ്ങളോട് സംസാരിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. കുറച്ചധികം ആളുകളെ നിങ്ങൾ മൂലം നഷ്ടപ്പെട്ടു. കുറച്ചാളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടുകൂടി ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ആത്മാക്കൾക്ക് ഇത് സന്തോഷമാകും എന്ന് ഞാൻ കരുതുന്നു, ഹരി പറഞ്ഞു. എന്നാ പിന്നെ ഇവരെ യാത്രയാക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഹരി സൂര്യനെ നോക്കിയതും അപ്പോൾ അവസാനമായിട്ട് ഒന്നും പറയാനില്ലല്ലോ ഹരി വീണ്ടും ചോദിച്ചതും അവർ എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ മുന്നിൽ നിൽക്കുന്ന ഹരിയെയും സൂര്യനെയും. എന്നാ പിന്നെ നിങ്ങളിവിടെ ഇരിക്കെ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോയി. ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ മാത്രമേ പുറം ലോകം അറിയാൻ പാടുള്ളൂ. അത്രയും പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഹരിയുടെ ടീമിൽ നിന്നും 2 പേർ ചെന്ന് അവിടെയുള്ള കുറച്ച് വയറുകൾ എല്ലാം ഘടിപ്പിച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നു. അല്പസമയത്തിന് ശേഷം അവിടെ ഒരു തീഗോളമായി മാറുന്നത് കുറച്ച് അകലെ നിന്നും എല്ലാവരും കണ്ടു. അങ്ങനെ ഈ കേസും അവസാനിച്ചു. ഹരി അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച്, അമ്മേ, ഈ കേസ് വാദിക്കാൻ ഇനി കോടതിയിൽ പോകണ്ട. ഹരി പറഞ്ഞതും
അവൻ്റെ അമ്മയിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. നീ വേഗം വരാൻ നോക്ക്, നിന്റെ ഭാര്യയും അവരുടെ കൂട്ടുകാരെയെല്ലാം അഭിനന്ദിക്കാൻ നോക്ക്, അമ്മ പറഞ്ഞതും. ആഹാ, അപ്പോഴേക്കും ന്യൂസ് അവിടെ എത്തിയോ? ഹരി ചോദിച്ചു. പിന്നല്ലാതെ, മുത്തശ്ശി വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മ പറഞ്ഞതും. ഞാൻ എത്തും അമ്മേ, ഇനി കുറച്ചു നാളത്തേക്ക് റെസ്റ്റാണ്. പക്ഷേ അമ്മ, ഈ കേസ് എനിക്ക് സത്യങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി, ഹരി അമ്മയോട് പറഞ്ഞതും. ആണ് മോനെ, എനിക്കും അത് തോന്നി. അത് ചിലപ്പോൾ അവരുടെ കൈകൊണ്ട് മരണപ്പെട്ട നിരപരാധികളായ കുറെ പേരിലെ അവരുടെ സഹായം കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഹരിയുടെ അമ്മ പറഞ്ഞതും ഹരി നിന്നെടുത്ത് മഴ പെയ്യാൻ തുടങ്ങി. അമ്മ, മഴ കണ്ടില്ലേ? ആത്മാക്കളുടെ സന്തോഷമാണ്. അതുകൊണ്ട് നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. എന്നാ പിന്നെ പോര്, ഇനി എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, അമ്മ പറഞ്ഞു. ഹരിയും ടീമും അവിടെ നിന്നും ഹരിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴേ മയൂരിയുടെയും വാണിയുടെയും എല്ലാം മുഖമെല്ലാം ചുവന്നിരിക്കുന്നു. ഇതെന്തു പറ്റി? പിന്നെ തുമ്മി തുമ്മി ചത്തു. എത്ര നേരം അവിടെ നിൽക്കുന്നു? വേഗം അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നത്, പൊന്നു പറഞ്ഞു. എന്തായാലും നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് വലിയ താങ്ക്സ് പറയാനുണ്ട്. ഞങ്ങളെ ഇത്രയും വലിയൊരു സഹായം നിങ്ങൾ ചെയ്തു തന്നില്ലേ, അതിന്. നിങ്ങൾ ചെയ്തത് ചെറിയൊരു സഹായമൊന്നും അല്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിച്ചത്. സന്ധ്യ, സരിത, നിങ്ങൾ ചെയ്തത് ചെറിയൊരു കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും സന്തോഷമുണ്ട്. ഇനി പുറം ലോകത്ത് ആരുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ നിൽക്കണ്ട. അറിയാലോ, ഇതിവിടെ അവസാനിക്കുന്ന ഒരു കേസാണ്. റിയ സിസ്റ്റർ മിസ്സിംഗ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ പഠിച്ച് ജോലി നേടി ഭർത്താവിൻ്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുക, കേട്ടോ, ഹരി പറഞ്ഞു. അവർ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഹരി, എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, നികേഷ് വന്ന് ഗോപികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും. കുറച്ച് ദിവസത്തേക്കുള്ള ന്യൂസുകളായാലോ? എന്തായാലും മേഡത്തിൻ്റെ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തോളൂ. പക്ഷെ ഇതിൽ നമ്മൾ ആരും ഉണ്ടാക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ, ഹരി പറഞ്ഞതും ഗോപിക അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ നികേഷ്, ഇനി കുറച്ച് ദിവസത്തേക്ക് സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യാം അല്ലേ? നവീൻ പറഞ്ഞതും നികേഷ് നവീനെ നോക്കി. അല്ല, ഗോപിക ഇനി കേസുമായിട്ട് തിരക്കായിരിക്കും. നികേഷ് 2 ദിവസം ലീവ് എടുത്ത് നന്നായി റെസ്റ്റ് ചെയ്തോളൂ, നവീൻ പറഞ്ഞതും. ഇല്ല, ഈ കേസ് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്, നികേഷ് പറഞ്ഞതും. എങ്ങോട്ടാണ്? പഴനിക്ക് തല മൊട്ടയടിക്കാൻ പോവുകയാണോ? നവീൻ ചോദിച്ചതും. അതെങ്ങനെ മനസ്സിലായി എന്ന് നികേഷ് ചോദിച്ചു. നികേഷിനെ അത്രമാത്രം ഈ കേസ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഒന്ന് ചെറുതായി ഊഹിച്ചതാണ്. എന്തായാലും നടക്കട്ടെ, നവീൻ പറഞ്ഞു. ഞങ്ങളും ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്, സൂര്യനും മയൂരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്രയായാലോ? എല്ലാവരും കൂടി ഒരു യാത്ര. ഇതുപോലെ ഒരു യാത്ര അവസാനിപ്പിച്ചപ്പോഴാണ് നമ്മൾ ഈ കേസ് ഏറ്റെടുത്തത്. അവസാനിപ്പിച്ചപ്പോഴും നമുക്കൊരു യാത്രയാകാം, എന്തു പറയുന്നു? ഹരി ചോദിച്ചതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരു യാത്ര. ഞാൻ തരുണിനെയും എറിക്കിനെയും വിളിച്ച് പറയാം. ഫാമിലിയിൽ നിന്നും ആരും വേണ്ട, അതായത് അച്ഛൻ, അമ്മ, അങ്ങനെയൊന്നും. നമ്മൾ ചെറുപ്പക്കാരും നമ്മുടെ ഭാര്യമാരും മാത്രം മതി, ഹരി പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും സന്തോഷമായിട്ടാണ് അന്ന് പിരിഞ്ഞത്. ഹരിയും സൂര്യനും അവിടെ കൂടി. പിറ്റേന്ന് രാവിലെ പത്രങ്ങളിൽ ന്യൂസുകളായിരുന്നു. ആരുമില്ലാതെ കിടന്ന ഓട്ട് കമ്പനിയിൽ തീപിടിച്ചു എന്നായിരുന്നു വാർത്ത. പക്ഷേ അവിടെ നിന്നും മറ്റൊരു വാർത്തയും പുറത്തേക്ക് വരാതെ പ്രത്യേകം ഗോപിക ശ്രദ്ധിച്ചു. അവളെ സഹായിച്ചുകൊണ്ട് ഹരിയും നികേഷും നവീനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ന്യൂസ് അവിടെ തീർന്നു. ഹരിയുടെ അമ്മ നിരപരാധികൾ ആണെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്ത ആ ക്രിമിനലുകൾക്ക് അവർ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ എന്നതുപോലെ 3 പെൺകുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദികൾ അവരാണ് എന്നുള്ള രീതിയിൽ വാദിച്ചു. അവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അവർ കാരണം ഒരുപാട് കുടുംബങ്ങൾ അനാഥരായിട്ടുണ്ട്, ഒരുപാട് ജീവനുകൾ എടുത്തിട്ടുണ്ട് എന്ന് നികേഷ് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെറ്റ് അവർ ചെയ്യാതിരുന്നിട്ട് പോലും അവർക്ക് ശിവകാമി ശിക്ഷ വാങ്ങിക്കൊടുത്തത്. അത് കഴിഞ്ഞ് നവീൻ്റെയും എറിക്കിൻ്റെയും വിവാഹം നടത്തി. 3 ദിവസം കഴിഞ്ഞ് സന്ധ്യയുടെയും സരിതയുടെയും വിവാഹത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടി. അവരുടെ കൂടെപ്പിറപ്പുകളെ പോലെ തന്നെ നിന്ന് അവരുടെ കല്യാണം ഭംഗിയായി തന്നെ എല്ലാവരും ചേർന്ന് നടത്തി. 2 ദിവസം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് യാത്ര പോവുകയാണ്. കുളു മണാലി ആണ് യാത്ര. ഹരി പൊന്നു, സൂര്യൻ മയൂരി, നവീൻ ശ്രദ്ധ, നികേഷ് ഗോപിക, തരുൺ അയറ, എറിക്ക് വാണി, റോഷൻ നന്ദ, നിരഞ്ജൻ പൂജ. ഇതിനിടയ്ക്ക് നിരഞ്ജൻ പൂജയോട് മാപ്പ് പറഞ്ഞു. അവളെ അവൻ്റെ ജീവിതത്തിലേക്ക് മനസ്സറിഞ്ഞു കൂട്ടി.
പ്രണവിനെ മീനാക്ഷിക്ക് വിജയകുമാർ നിറഞ്ഞ മനസ്സോടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അച്ഛനും അമ്മയെയും തിരിച്ചു കിട്ടിയിട്ടെങ്കിലും അവളുടെ മനസ്സ് അറിഞ്ഞതുപോലെ തന്നെ പ്രണവിനെ ചേർത്ത് വയ്ക്കാൻ വിജയകുമാറിനും പൂർണ്ണ സമ്മതമായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും നാളും അച്ഛനെന്ന് കരുതി സ്നേഹിക്കുകയും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത അച്ഛനെ അവൾ വിട്ടുകളയാതെ കൂടെ കൂട്ടിയിരുന്നു. അദ്ദേഹം ഇനിയുള്ള നാളുകളിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മകളെ നന്നായി നോക്കണം എന്നും പറഞ്ഞ് പ്രണവിനെ ഏൽപ്പിച്ചുകൊണ്ട് യാത്രയായിരുന്നു. ഇവരുടെ കൂട്ടത്തിലേക്ക് അവർ സരിതയെയും കിരണിനെയും സന്ധ്യയെയും സ്വരൂപിനെയും കൂട്ടി. എല്ലാവരും യാത്ര പോകാനായി ഹരിയുടെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെയാണ് അവരെല്ലാവരും ഒരുമിച്ച് ചേരാം എന്ന് പറഞ്ഞത്. യാത്രയാക്കാനായിട്ട് പൊന്നുവിൻ്റെ ഫാമിലിയും എല്ലാവരും എത്തിയിരുന്നു. 3 ആഴ്ചത്തെ ട്രിപ്പാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇറങ്ങാൻ പോയപ്പോഴാണ് ഹരിയുടെ മുത്തശ്ശി ബാഗുമായിട്ട് വരുന്നത് കാണുന്നത്. മുത്തശ്ശി എങ്ങോട്ടാ? ഹരി ചോദിച്ചു. ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. മുത്തശ്ശി പറഞ്ഞതും ഞങ്ങൾ ഹണിമൂൺ പോവാണ് എല്ലാവരും കൂടി. അതെ ഞങ്ങളുമുണ്ട്. പെട്ടെന്ന് അകത്തുനിന്ന് മുത്തച്ഛൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. മുത്തച്ഛനും വരുന്നുണ്ട്. അത് കണ്ടതും മുത്തച്ഛനും ഉണ്ടോ? ഹരി ചോദിച്ചു. അതെന്താടാ ഞങ്ങൾക്ക് പോയാ? ഇത്രയും നാളും നിങ്ങളെയൊക്കെ നോക്കി വലുതാക്കി ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ചെയ്തില്ലേ? ഇപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഹണിമൂണാണ്. ഞങ്ങളും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. അവിടെ വലിയ തണുപ്പാണ്, ഹരി പറഞ്ഞു. നീ പോട ചെക്ക, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, ഞാനും എൻ്റെ പെണ്ണും എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചതും എൻ്റെ പെണ്ണോ? പെട്ടെന്ന് സൂര്യൻ ചോദിച്ചു. അതെന്താടാ ഞാൻ പെണ്ണല്ലേ? മുത്തശ്ശി ചോദിച്ചു. അതല്ല നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ യാത്ര സ്വിറ്റ്സർലാൻഡിലേക്ക് ആക്കും. മുത്തശ്ശൻ പറഞ്ഞതും ആ പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും വണ്ടിയിലേക്ക് കയറി. എല്ലാവരും എയർപോർട്ടിലേക്ക് തിരിച്ചു. മഞ്ഞു മൂടിയ പ്രകൃതി ദൃശ്യങ്ങൾ, പൈൻ വനങ്ങൾ, തിളങ്ങുന്ന ബിയാസ് നദി എന്നിവയാണ് മണാലിയുടെ ശൈത്യകാല മനോഹാരിത. ഇന്ത്യയിലെ തന്നെ ഹണിമൂൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നു. ലോകത്തിന് ഹിമാലയം നൽകിയ ഒരു സമ്മാനം എന്ന് പറയപ്പെടുന്നു. 20-ാം നൂറ്റാണ്ട് മുതലാണ് മണാലി ടൂറിസത്തിന് പ്രശസ്തി ആർജിച്ചത്. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വരുന്നവർക്കും ഒക്കെ മണാലി ഒരുപോലെ സ്വർഗതുല്യമായ ഭൂമിയാണ്. ഹിമാചൽ അറിയപ്പെടുന്നത് തന്നെ ദൈവഭൂമി എന്നല്ലേ? ഹിമാചൽ പ്രദേശിലാണ് മണാലി സ്ഥിതി ചെയ്യുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ തന്നെ അവരുടെ സെക്കൻഡ് ഹണിമൂൺ അവരും സ്ഥലങ്ങളെല്ലാം കണ്ടു. കൊച്ചുമക്കളുടെ കൂടെയും അവരും ആഘോഷിച്ചു. സൂര്യൻ അവിടെ ചെന്നപ്പോൾ ആദ്യം ചെയ്തത് മോളെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ഏൽപ്പിക്കുകയായിരുന്നു. കൂടെ റോഷനും നന്ദയും അവരുടെ മോനെയും ഏൽപ്പിച്ചു. മുത്തശ്ശനും മുത്തശ്ശിക്കും അവിടെ സൂര്യൻ്റെ മകളെയും റോഷന്റെ മകനെയും നോക്കുക എന്നതായിരുന്നു ജോലി. അവർക്കിടയിൽ ആ 2 കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഓടി നടന്നു. അത് സൂര്യന് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം യാതൊരു തടസ്സവുമില്ലാതെ അവന് അവൻ്റെ പെണ്ണിനെ പ്രണയിക്കാനും സ്നേഹിക്കാനും ഒരുപാട് അവസരങ്ങൾ അതുകൊണ്ട് കിട്ടി. ഇത്രയും നാളും സ്നേഹിക്കാതെ ഇരുന്ന പൂജയെ നിരഞ്ജൻ അവൻ്റെ ജീവിത പങ്കാളിയായി പ്രണയമായി മനസ്സാൽ വരിക്കുകയായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിരഞ്ജൻ പൂജയുടെ മാത്രമായി. ഹരിരുദ്രദേവ് അവൻ്റെ പ്രണയം പൊന്നുവിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരുന്നു. അവൻ്റെ പ്രണയത്തെ താങ്ങാൻ പറ്റാതെ തളർന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാനും ഹരി മറന്നില്ല. അങ്ങനെ അവരെല്ലാവരും അവരുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ? എല്ലാവരും അവരവരുടെ പ്രണയത്തെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രണയം എന്ന ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയ സ്റ്റോറിയുമായിട്ട് ഞാൻ വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.